എന്താണ് മസ്കെ അമേരിക്കയുടെ അധികാര കസേരയിൽ നിങ്ങൾക്ക് സ്ഥാനം? ട്രംപ് കൂട്ടുകാരനാണെന്നും കരുതി അമേരിക്കയെ അങ്ങോട്ട് വിലക്കെടുക്കാമെന്ന ധാരണ വല്ലതും മനസ്സിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചോളൂ. ചോദിക്കാൻ ഇവിടെ ആളുണ്ട്. മഹാഭാഗവതത്തിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ഇന്ത്യക്കാരൻ അമേരിക്കയിൽ കാവലുണ്ട്. ട്രംപിന്റെ വലം കൈയായ ഇലോൺ മസ്കിനെ പോലും വിറപ്പിക്കാൻ തക്ക ധൈര്യമുള്ള ട്രംപിന്റെ മനം കവർന്ന ആ ഇന്ത്യൻ വംശജൻ ആരാണെന്നല്ലേ? നമുക്ക് പരിശോധിക്കാം എന്താണ് സംഭവിച്ചത് എന്ന കാര്യം. ഫെഡറൽ ഇൻവെസ്റ്റിഗേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ഇമെയിൽ വഴി ശതകോടീശ്വരൻ ഇലോൺ മസ്ക് നൽകിയ അന്ത്യശാസനത്തിനെതിരെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ അതായത് FBI പുതിയ മേധാവി കാഷ് പട്ടേൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. മെമ്മോ അയച്ച് മണിക്കൂറുകൾക്ക് ശേഷം ട്രംപ് അനുകൂലികൾക്കിടയിൽ പോലും ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി എല്ലാ ഫെഡറൽ ജീവനക്കാർക്കും കഴിഞ്ഞ ആഴ്ച എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ അഭ്യർത്ഥിക്കുന്ന ഒരു ഇമെയിൽ ഉടൻ ലഭിക്കുമെന്ന് മസ്ക് കഴിഞ്ഞ ദിവസം തന്റെ ഉടമസ്ഥതയിലുള്ള എക്സിലെ പോസ്റ്റിൽ കുറിച്ചിരുന്നു. ആ ഇമെയിൽ സന്ദേശത്തിന് പ്രതികരിച്ചില്ലെങ്കിൽ അവർ രാജിവെക്കുന്നത് കണക്കാക്കുമെന്നാണ് മസ്കിന്റെ സന്ദേശത്തിലുള്ളതെന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. അതേസമയം ഫെഡറൽ തൊഴിലാളികൾക്ക് ഒടുവിൽ ഓഫീസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റിൽ അതായത് OPM നിന്ന് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ച് ഒരു ഇമെയിൽ ലഭിച്ചുവെന്ന് NBC ന്യൂസും റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ 7 ദിവസങ്ങളിലെ അവരുടെ നേട്ടങ്ങൾ വിവരിക്കുന്ന 5 പോയിന്റുകളിൽ മറുപടി നൽകാൻ മെയിലിൽ അവരോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിലെ മസ്കിന്റെ സംഘം തിങ്കളാഴ്ച രാത്രി 11:59 വരെ ഫെഡറൽ ഉദ്യോഗസ്ഥർക്ക് മെയിൽ അയക്കാൻ സമയപരിധി നൽകിയിട്ടുണ്ട്. എന്നാൽ പുതിയ FBI ഡയറക്ടറായി അധികാരമേറ്റെടുത്ത കാഷ് പട്ടേൽ കർശനമായ നിലപാട് സ്വീകരിച്ചതായിട്ടാണ് ലഭിക്കുന്ന വിവരം. അതേസമയം മസ്കിന് ഔദ്യോഗികമായി ഫെഡറൽ ഗവൺമെന്റ് റോളോ അധികാരമോ ഇല്ലെന്ന് വൈറ്റ് ഹൗസ് നിയമപരമായ ഫയലിംഗ് പ്രസ്താവന പുറപ്പെടുവിക്കുന്നതിനെ തുടർന്ന് ഈ ഇമെയിൽ മസ്കിന്റെ അന്ത്യശാസനത്തിന്റെ നിയമസാധുതയെക്കുറിച്ച് ആശയക്കുഴപ്പത്തിനും ചോദ്യങ്ങൾക്കും കാരണമുണ്ടാക്കി. മസ്കിന്റെ മെയിലിന് എതിരെ ഏറ്റവും കർശനമായ പ്രതികരണം ലഭിച്ചത് പുതിയതായി സ്ഥാനമേറ്റ FBI ഡയറക്ടർ കാഷ് പട്ടേലിൽ നിന്നുമാണ്. ഈ വിഷയത്തിൽ ബ്യൂറോയുടെ നിലപാട് വ്യക്തമാക്കുന്ന സ്വന്തം ഇമെയിൽ പട്ടേൽ തന്റെ കീഴിലെ ഉദ്യോഗസ്ഥർക്ക് അയച്ചു. OPM നിന്ന് വിവരങ്ങൾ ആവശ്യപ്പെട്ട് FBI ഉദ്യോഗസ്ഥർക്ക് ഒരു ഇമെയിൽ ലഭിച്ചിരിക്കാം. ഡയറക്ടറുടെ ഓഫീസ് വഴി FBI എല്ലാ അവലോകന പ്രക്രിയയുടെയും ചുമതല വഹിക്കുന്നു. FBI നടപടിക്രമങ്ങൾക്കനുസൃതമായി അവലോകനങ്ങൾ നടത്തുന്നുവെന്നും കൂടുതൽ വിവരങ്ങൾ ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ പ്രതികരണങ്ങൾ ഏകോപിപ്പിക്കുമെന്നും മസ്കിന്റെ ഡിപ്പാർട്ട്മെന്റിന് അയച്ച ഇമെയിലിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ദയവായി ഇമെയിൽ സന്ദേശങ്ങൾ അയക്കരുതെന്ന് മസ്കിന്റെ ഡിപ്പാർട്ട്മെന്റിന് അയച്ച മെയിലിൽ തുടർന്ന് പറയുന്നു. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിലവിൽ മാനേജ്മെന്റിന്റെ അണ്ടർ സെക്രട്ടറിയുടെ ചുമതലകൾ നിർവഹിക്കുന്ന അംബാസിഡർ ടിബോർ നാഗി ഡിപ്പാർട്ട്മെന്റ് ശൃംഖലയ്ക്ക് പുറത്തുള്ള അവരുടെ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ആരും ബാധ്യസ്ഥരല്ലെന്ന് വ്യക്തമാക്കി തന്റെ സഹപ്രവർത്തകർക്ക് ഇമെയിൽ അയച്ചിരുന്നു. വകുപ്പിന് വേണ്ടി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും പ്രതികരിക്കും, നാഗി എഴുതി. റിപ്പോർട്ട് അനുസരിച്ച് നീതിന്യായ വകുപ്പിലെ സൂപ്പർവൈസർമാർ ജീവനക്കാരോട് ഇമെയിലിന് മറുപടി നൽകുന്നത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിന് മറുപടി നൽകുന്നത് ധാർമ്മിക ലംഘനത്തിന് കാരണമാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ ട്രംപിന്റെ വിശ്വസ്തനും അറ്റോർണി ഓഫീസിനെ നയിക്കുകയും ചെയ്യുന്ന എഡ് മാർട്ടിൻ മസ്കിന്റെ ഇമെയിൽ സന്ദേശത്തോട് അനുകൂലമായി പ്രതികരിക്കുകയും തന്റെ ജീവനക്കാരോട് മറുപടി നൽകാൻ അനുമതി നൽകുകയും ചെയ്യുകയായിരുന്നു. ഡോജും ഇലോണും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നുവെന്നും അതിന്റെ ഭാഗമാകാൻ കഴിയുന്നതിന് അതിയായ സന്തോഷമുണ്ടെന്നും മാർട്ടിൻ മസ്കിനയച്ച ഇമെയിലിൽ പറയുന്നു. രഹസ്യാത്മകതയുടെ നമ്മുടെ കടമകൾ സംബന്ധിച്ച് ദയവായി മസ്കിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അയച്ച ഇമെയിലിന് ശ്രദ്ധാപൂർവം മറുപടി നൽകണമെന്ന് മാർട്ടിൻ തന്റെ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതേസമയം പെന്റഗണിൽ മസ്കിന്റെ ഇമെയിൽ ലഭിച്ചതിനെ തുടർന്ന് മുകളിൽ നിന്നുള്ള മാർഗനിർദ്ദേശം തേടുന്നുണ്ടെന്ന് മാനേജർ ജീവനക്കാരോട് പറഞ്ഞതായി ഒരു പ്രതിരോധ ഉദ്യോഗസ്ഥരും പറഞ്ഞു. ഡോജിലെ മസ്കിന്റെ ശ്രമങ്ങളെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രശംസിക്കുകയും കൂടുതൽ മുന്നോട്ടു പോകാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് രഹസ്യാത്മക ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഇമെയിലുകൾ കൂട്ടത്തോടെ എത്തിയത്. ഇലോൺ മികച്ച ജോലിയാണ് ചെയ്യുന്നത്. ഭരണകാര്യങ്ങളിൽ അദ്ദേഹം കൂടുതൽ ഇടപെടലുകൾ നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രസിഡന്റ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ എഴുതിയിരുന്നു. US ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ അതായത് FBI പുതിയ ഡയറക്ടറായി ഇന്ത്യൻ വംശജനായ കാഷ് പട്ടേൽ ചുമതലയേറ്റതോടെ വലിയ വാർത്തകൾ ഇതിനെ സംബന്ധിച്ച് ഉയർന്നു വന്നിരുന്നു. കുറച്ചു ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അദ്ദേഹം അധികാരത്തിൽ എത്തിയിട്ട്. ഭഗവത്ഗീതയിൽ തൊട്ടായിരുന്നു കാഷ് പട്ടേലിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്.
സഹോദരി, പങ്കാളി അലക്സിസ് വിൽക്കിൻസ് എന്നിവർക്കൊപ്പമാണ് വാഷിംഗ്ടണിൽ നടന്ന ചടങ്ങിൽ കാഷ് പട്ടേൽ എത്തിയത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇതെന്ന് കാഷ് പട്ടേൽ വേദിയിൽ വെച്ച് പറഞ്ഞു. തനിക്ക് ലഭിച്ച അവസരത്തിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് നന്ദി പറയുന്നു. സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ വളർന്ന ഇന്ത്യൻ യുവാവിന് ഇത്രയും ഉയർന്ന പദവിയിലെത്താനായത് US നൽകുന്ന അവസരങ്ങളുടെ തെളിവാണെന്നും കാഷ് പട്ടേൽ പറഞ്ഞു. 38,000 ജീവനക്കാരുള്ള $11 ബില്യൺ വാർഷിക ചെലവുള്ള അന്വേഷണ ഏജൻസിയാണ് FBI. അതിന്റെ മേധാവിയായിട്ടാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത്. കാഷ് പട്ടേൽ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും യഥാർത്ഥ പേര് കശ്യപ് പട്ടേൽ എന്നാണ്. കാനഡ വഴി US കുടിയേറിയ ഗുജറാത്തി വേരുകളുള്ള കുടുംബമാണ് കാഷിന്റേത്. ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനായ കാഷ് പട്ടേൽ മികച്ച അഭിഭാഷകനുമാണ്. അഴിമതി തുറന്നുകാട്ടാനും നീതിയെ സംരക്ഷിക്കാനും അമേരിക്കൻ ജനതയെ സംരക്ഷിക്കാനുമാണ് കാഷ് ഔദ്യോഗിക ജീവിതം മാറ്റിവെക്കുന്നത് എന്നാണ് ട്രംപ് നേരത്തെ തന്നെ വിശേഷിപ്പിച്ചത്. 1980 ഫെബ്രുവരി 25 ന്യൂയോർക്കിലെ ഗാർഡൻ സിറ്റിയിൽ ജനിച്ച കാഷ് റിച്ച്മണ്ട് സർവകലാശാലയിൽ നിന്നാണ് ബിരുദ പഠനം പൂർത്തിയാക്കുന്നത്. ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് രാജ്യാന്തര നിയമത്തിൽ ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കി. എന്തായാലും ഇലോൺ മസ്കിനോട് ഇത്തരമൊരു സമീപനം നടത്താൻ മറ്റാരും തയ്യാറാകാത്ത ഘട്ടത്തിലാണ് ഇത്തരമൊരു ഇടപെടൽ ഇദ്ദേഹം നടത്തുന്നത്. എന്തായാലും ഇലോൺ മസ്കിനോളം ട്രംപിൽ സ്വാധീനം ചെലുത്താൻ ആർക്കും ഇന്ന് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ സ്വാധീനമില്ല. ഡൊണാൾഡ് ട്രംപ് 2.0-ൽ ഇലോൺ മസ്കിന്റെ സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് രാഷ്ട്രീയവും സാമ്പത്തികവുമായ മേഖലകളെ സ്പർശിക്കുന്നതുമാണ്. പ്രശസ്ത സംരംഭകനും ടെസ്ല, സ്പേസ് എക്സ് തുടങ്ങിയ കമ്പനികളുടെ തലവനുമായ മസ്ക് നവീകരണത്തിനും ബിസിനസ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നതിനും സാങ്കേതിക പുരോഗതിക്കും വേണ്ടി വാദിക്കുന്ന ഒരു പ്രമുഖ ശബ്ദം കൂടിയാണ്. ട്രംപിനെ തന്റെ രണ്ടാം വരവിൽ വഴിയൊരുക്കിയതും മസ്ക് തന്നെയാണ്. ട്രംപ് 2.0-ൽ മസ്കിന്റെ സ്വാധീനം ഏറ്റവും പ്രകടമാകുന്നത് സാമ്പത്തിക മണ്ഡലത്തിലായിരിക്കും. അവിടെ നിയന്ത്രണം നീക്കൽ, നികുതി വെട്ടിക്കുറയ്ക്കൽ, സ്വകാര്യ ബിസിനസ് വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾ എന്നിവയിൽ ട്രംപിന്റെ ശ്രദ്ധയെ മസ്ക് പ്രശംസിക്കുന്നുണ്ട്. ഇലക്ട്രിക് വാഹന, ബഹിരാകാശ പരിവേഷണ വ്യവസായങ്ങളിലെ മുൻനിര വ്യക്തി എന്ന നിലയിൽ ട്രംപ് അഭിനന്ദിക്കുന്ന തരത്തിലുള്ള സംരംഭകത്വ വിജയത്തെ മസ്ക് പ്രതിനിധീകരിക്കുന്നു. സാമ്പത്തിക വിപുലീകരണത്തിനുള്ള അമേരിക്കയുടെ സാധ്യതകളെ ട്രംപ് പലപ്പോഴും ഊന്നി പറഞ്ഞിട്ടുമുണ്ട്. പ്രത്യേകിച്ച് സാങ്കേതിക കണ്ടുപിടുത്തങ്ങളിലൂടെ ക്ലീൻ എനർജി, ഇലക്ട്രിക് വാഹനങ്ങൾ, ബഹിരാകാശ പരിവേഷണം എന്നിവയിലെ മസ്കിന്റെ നേട്ടങ്ങൾ ആ കാഴ്ചപ്പാടിന്റെ പ്രതീകമാണ്. ബിസിനസ് ഉത്തേജിപ്പിക്കുകയും സർക്കാർ ഇടപെടൽ കുറയ്ക്കുകയും ചെയ്യുന്ന നയങ്ങൾക്കുള്ള മസ്കിന്റെ പൊതു പിന്തുണ ചിലപ്പോൾ പരോക്ഷമായാലും ട്രംപിന്റെ സാമ്പത്തിക തത്വചിന്തയുമായി യോജിക്കുന്നതുമാണ്. കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള ആഗോള പ്രശ്നങ്ങളിൽ മസ്കിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ സ്വാധീനത്തിൽ സങ്കീർണതയുടെ ഒരു പാളി ചേർക്കുന്നുണ്ട്. പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്നത് പോലുള്ള ട്രംപിന്റെ പാരിസ്ഥിതിക നയങ്ങളെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഇലക്ട്രിക് വാഹനങ്ങളിലും ക്ലീൻ എനർജിയിലുമുള്ള മസ്കിന്റെ തുടർച്ചയായ നവീകരണം സാങ്കേതിക വിദ്യയിൽ സുസ്ഥിരത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ട്രംപിന്റെ നയങ്ങൾക്ക് കീഴിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സുകാരന്റെ പ്രതിച്ഛായ രൂപപ്പെടുത്താൻ അദ്ദേഹത്തെ സഹായിച്ച ഘടകമാണ്. കൂടാതെ ബഹിരാകാശ വ്യവസായത്തിനുള്ള മസ്കിന്റെ പിന്തുണ, പ്രത്യേകിച്ച് സ്പേസ് എക്സ് ബഹിരാകാശ പരിവേഷണത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള ട്രംപിന്റെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ വാണിജ്യ ബഹിരാകാശ സംരംഭങ്ങൾക്ക് കാര്യമായ ഉത്തേജനം ലഭിക്കും. മസ്കിന്റെ സ്പേസ് എക്സ് മുൻനിരയിലായിരുന്നു. ഈ അർത്ഥത്തിൽ ബഹിരാകാശത്ത് അമേരിക്കൻ ആധിപത്യത്തിനായുള്ള ട്രംപിന്റെ കാഴ്ചപ്പാടിന് മസ്ക് പരോക്ഷമായി രൂപം നൽകിയതാണ് സ്പേസ് എക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ട്രംപ് 2.0-ൽ മസ്കിന്റെ സ്വാധീനം അതിന്റെ സങ്കീർണതകൾ ഇല്ലെങ്കിലും ബിസിനസ് അനുകൂല നയങ്ങൾ, സാങ്കേതിക നവീകരണം, ബഹിരാകാശ പരിവേഷണം എന്നിവയ്ക്കുള്ള അദ്ദേഹത്തിന്റെ പൂർണ്ണ പിന്തുണ ട്രംപിന്റെ വിശാലമായ രാഷ്ട്രീയ സാമ്പത്തിക വിവരണത്തിലെ പ്രധാന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് കൂടുതൽ പങ്ക് നൽകുന്നതാണ്. അവരുടെ ബന്ധം ആധുനിക അമേരിക്കൻ നയം രൂപപ്പെടുത്തുന്നതിൽ ബിസിനസിന്റെയും രാഷ്ട്രീയത്തിന്റെയും വിഭജനത്തെ കൂടി പ്രതിഫലിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇലോൺ മസ്കിന് അർഹമായ ഒരു സ്ഥാനം നൽകാൻ ട്രംപ് മുന്നോട്ട് വന്നത്. എന്തായാലും ട്രംപിനെ സംബന്ധിച്ച് ഒരിക്കലും പിണക്കാനാകാത്ത വ്യക്തിത്വം തന്നെയാണ് ഇലോൺ മസ്ക്. മച്ചാനും ലോകക്രമത്തെ പോലും വെല്ലുവിളിച്ചേക്കാമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. തനിക്ക് മേലെ പരുന്തും പറക്കില്ല എന്ന അഹങ്കാരത്തിനാണ് ഇപ്പോൾ മസ്കിന് ക്ഷതമേറ്റിരിക്കുന്നത്. എന്താണ് ഇനി സംഭവിക്കുക എന്നത് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്തുതന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.